നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. രക്ഷപ്പെടാൻ ഓടിക്കയറിയ വീടിന്റെ മതിൽ തകർത്തു പാഞ്ഞെത്തിയ ആന പടമല സ്വദേശി അജീഷിനെ ആക്രമിക്കുകയായിരുന്നു. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട് കയറ്റിയ ബേലൂർ മഗ്ന എന്ന മോഴയാനയാണ് നാടിനെ വിറപ്പിച്ചത്. പിന്നീട് കണ്ടത് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിന്റെ മണിക്കൂറുകളായിരുന്നു. മാനന്തവാടി ടൗൺ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി. റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിക്കാൻ വൈകിയെന്ന വനം മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും ജനരോഷം ഇരമ്പി. അടിയന്തരമായും ഈ കാട്ടാനയെ വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം രൂപ അത് തിങ്കളാഴ്ച തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പകലിൽ നമ്മൾ കണ്ട വയനാട്ടിൽ നിന്നുള്ള കാഴ്ച. ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരാളെ ആക്രമിച്ചു കൊന്ന കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് വരുന്നത്. ചലിഗദ്ദയിലെ ജനവാസ മേഖലയോട് ചേർന്ന ഒരു തോട്ടത്തിൽ നിലവിൽ ആനയുണ്ട് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെളിച്ചക്കുറവിനെ തുടർന്ന് മയക്കുവെടി ദൗത്യം ഇന്ന് ഉണ്ടാവില്ല, നാളെ ആയിരിക്കും അത് നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി കാട് കയറ്റിയ ആനയാണിത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. സംസ്കാരം നാളെ നടക്കും. കിഷോർ തോമസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത്. കിഷോർ, ആദ്യം അറിയേണ്ടത് അജീഷിന്റെ മൃതദേഹം എപ്പോഴാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? വലിയ പ്രതിഷേധത്തിനൊടുവിൽ മണിക്കൂറുകളോളം നമ്മൾ കണ്ടതാണ്. മൃതദേഹവുമായി നാട്ടുകാർ റോഡിൽ പ്രതിഷേധിക്കുന്നു, വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു. ഏതാണ്ടൊക്കെ അവരുന്നയിച്ച ആവശ്യങ്ങളിൽ പ്രാഥമിക ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദുഃഖഭരിതമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ അജീഷിൻ്റെ ഭവനമുള്ളത്. അജീഷിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയായി ബന്ധുമിത്രാദികളും ഒപ്പം ടി സിദ്ദിഖ് MLA അടക്കമുള്ളവർ ഇവിടെ വാഹനത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് അടുത്തെത്താറായി. ഒരല്പസമയത്തിനുള്ളിൽ തന്നെ വിലാപയാത്രയായി അജീഷിനെ സ്വന്തം ഭവനത്തിലേക്ക് തന്നെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികളുടെ ഇടയിലേക്ക് അജീഷിനെ കൊണ്ടുവരുന്ന ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദുഃഖഭരിതമായ, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഒരല്പസമയത്തിനുള്ളിൽ തന്നെയായിരിക്കും. അത് നമുക്ക് ഏറെ വേദന നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഒരിക്കലും വയനാട് ജില്ലയിൽ സംഭവിക്കാൻ പാടില്ലെന്ന് കരുതിയ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് സംഭവിച്ചു. ഇന്ന് രാവിലെ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് എന്ന പ്രിയപ്പെട്ടവൻ പടമലയിൽ വെച്ച് മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിലാപയാത്രയായി ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ബന്ധുമിത്രാദികളും അയൽവക്കക്കാരും തൊട്ടടുത്തുള്ളവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അധികം ആളുകൾ കൂടരുതെന്ന നിർദ്ദേശം നഗരസഭയിൽ നിന്നടക്കമുള്ള ആളുകൾ, പോലീസുകാരെല്ലാവരും നൽകുന്നുണ്ട്. എങ്കിലും അജീഷിനെ ഒരു നോക്ക് കാണാനായി പ്രിയപ്പെട്ടവരും അയൽവക്കക്കാരും സുഹൃത്തുക്കളും ഒക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതാനും വളരെ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇവിടേക്ക് അജീഷിൻ്റെ മൃതശരീരം വിലാപയാത്രയായി എത്തിച്ചേരും. നമുക്കിവിടെ കാണാം, ഒരുപാട് ആളുകൾ അജീഷിനെ കാത്തിരിക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി ഏറെ ആൾക്കാരുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിയാണ് അജീഷ്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം 3 മണി വരെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിനുശേഷം 3 മണിക്ക് ശേഷം പടമല ദേവാലയത്തിൽ അടക്കിൻ്റെ കാര്യങ്ങൾ, മറ്റ് ചടങ്ങുകളൊക്കെ നടക്കും. എന്തായാലും 3 മണി വരെ പൊതുപ്രവർത്തകൻ കൂടിയായ പ്രിയപ്പെട്ട അജീഷിൻ്റെ മൃതശരീരം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നുള്ളതോടെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. വിജയകുമാർ.
ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കിഷോർ, ഈ ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നു എന്നത് മറ്റൊരു ആശങ്കയാണ്. ആളുകളോട് പരമാവധി വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നാണ് പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. ഈ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം അത് നാളെ അതിൻ്റെ ബാക്കി നടപടികളൊക്കെ പുനരാരംഭിക്കുമെന്ന് കരുതുന്നു. കൃത്യമായി ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനവാസ മേഖലയിൽ എത്ര അകലെയാണ് ഈ ആന ഇപ്പോഴുള്ളത്? കാരണം ഇത് നമ്മൾ നേരത്തെ തണ്ണീർക്കൊമ്പൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെയല്ല, ഇത് അക്രമകാരിയാണ്. അത് ആളുകളെ ആക്രമിക്കും, അവരുടെ ജീവൻ അപഹരിക്കും. ആ നിലയിൽ ഉള്ള ആ സ്വഭാവത്തിൽപ്പെട്ട ഒരു ആനയാണെന്ന് വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് കാഴ്ചയിൽ ദൃശ്യങ്ങളിലും കണ്ടതാണ്. നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ആ CCTV ഫുട്ടേജ്. അപ്പോൾ ഏതാണ്ട് ജനവാസ മേഖലയോട് എത്ര അടുത്തുണ്ട് ഇപ്പോൾ ഈ ആന? അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? ഓക്കെ, നമ്മൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന അജീഷിൻ്റെ വീട്ടിലാണ്. അജീഷിൻ്റെ വീടിന് ഏതാണ്ട് 200 മീറ്റർ അകലെ, അല്ലെങ്കിൽ 200 മീറ്റർ അകലെ ജനവാസ മേഖലയിൽ നിന്നും 200 മീറ്റർ അകലെ നമ്മൾ ഈ ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, വനവകുപ്പിന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മയക്കുവെടി വെക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചക്കുറവ് കൊണ്ടാണ്. പക്ഷേ നാളെ രാവിലെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്നതും ഇവിടേക്ക് ആളുകൾ രാത്രി ഇറങ്ങരുതെന്ന് കൃത്യമായ നിർദ്ദേശം നൽകുന്നതും ഈ ആന ജനവാസ മേഖലയിൽ ഏതാണ്ട് 200 മീറ്റർ അപ്പുറത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് ആൾക്കാരോട് കൃത്യമായി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും അധികം പുറത്തിറങ്ങരുതെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും മറ്റ് നഗരസഭയിലെ ജനപ്രതിനിധികളും കൃത്യമായ നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. അത് ഇവിടെയുള്ള ആൾക്കാരെ കൃത്യമായി പീഡിപ്പിക്കുന്നുണ്ട്. അവർ ഈ പറയുന്ന മറ്റൊരു ദുരന്തം അവർക്ക് കാണാനോ അതൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ തരത്തിലുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട അജീഷിനെ ഒരു നോക്ക് കാണാനായി ഒരുപാട് പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അധികം ആളുകൾ എത്തരുതെന്നും അധികം ആളുകൾ തടിച്ചു കൂടരുതെന്നുമുള്ള കൃത്യമായ നിർദ്ദേശം നിരോധനാജ്ഞ ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. നാളെ രാവിലെ വെളുപ്പിന് വെളിച്ചം ആകുമ്പോൾ തന്നെ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. വെളിച്ചക്കുറവ് ഇന്ന് തടസ്സമായതുതന്നെ നാളെ വെളിച്ചം വന്നാലുടൻ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചത്. ആനയുടെ സഞ്ചാരം അത് കൃത്യമായി ഇന്ന് രാത്രിയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതുകൊണ്ട് തന്നെ ആനയുടെ സഞ്ചാരം കൃത്യമായി അവർക്ക് ആന്റിനെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്നുമുണ്ട്. വിജയകുമാർ, യെസ്, ആന ജനവാസ മേഖലയിൽ നിന്ന് ഏതാണ്ട് വളരെ ചെറിയ ദൂരത്താണ് ഇപ്പോഴും ഉള്ളത് എന്ന വിവരമാണ് കിഷോർ റിപ്പോർട്ട് ചെയ്യുന്നത്. അജീഷിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വിലാപയാത്ര അല്പസമയത്തിനകം വീട്ടിലെത്തും. ജനങ്ങൾ വല്ലാതെ പുറത്തിറങ്ങരുത്, ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണമെന്ന് തുടർച്ചയായി പോലീസും വനം വകുപ്പുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഈ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം പുനരാരംഭിക്കും വെളിച്ചം വന്നാലുടൻ. അതാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. അതേസമയം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ പതിവ് പോലെ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം രൂക്ഷമാകുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആനയെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്ന് വനം വകുപ്പ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം നിരാകരിക്കുകയാണ് വനം മന്ത്രി. ആ പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇത് ഈ ആന നേരത്തെ ഇറങ്ങിയതാണ്. ഇതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ്. ഒരു ചെറുവിരൽ ഈ വനം മന്ത്രി കൂട്ടരും ഈ വകുപ്പും ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യനെ രക്ഷിക്കാൻ, മനുഷ്യനെ വന്യമൃഗങ്ങൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുകയാണ്. വനം വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യത പോലും ഇല്ല. അദ്ദേഹം ഇറങ്ങിപ്പോണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് പടിപടിയായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തില്ലെങ്കിൽ കോടതിയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കയ്യും കെട്ടി നിന്ന് ഉത്തരം പറയേണ്ട ഒരു സ്ഥിതി ഇപ്പോഴും നിലവിലുള്ളത് കൊണ്ടാണ് അതിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കോടതിയിൽ നിന്നും ഒരു വിമർശനം ഏറ്റുവാങ്ങാതിരിക്കാൻ പറ്റിയ വിധത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മളിനി ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവുകയാണ്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി LDF. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കേരള കോൺഗ്രസ് എം രണ്ടാമതൊരു സീറ്റും RJD 1 സീറ്റും ആവശ്യപ്പെട്ടെങ്കിലും മുന്നണി നേതൃത്വം വഴങ്ങിയില്ല. 16 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കുന്നതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയുള്ള ഇടതുമുന്നണിയിലെ രീതി. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെ അവർ മത്സരിച്ച് വന്നിരുന്ന കോട്ടയം സീറ്റ് നൽകി. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. 19 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മണ്ഡലങ്ങളിൽ തന്നെയാണ് പാർട്ടികൾ മത്സരിക്കുന്നത്.
അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് അതിവേഗത്തിൽ തന്നെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുൻപായിട്ട് തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് എം കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാവില്ലെന്ന് CPM നേതൃത്വം അറിയിച്ചു. RJDയും ഒരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഘടകകക്ഷികൾ തന്നെ ഇത്തവണയും മത്സരിക്കട്ടെ എന്നായിരുന്നു നേതൃത്വത്തിന് നിലപാട്. സോഷ്യലിസ്റ്റുകൾ സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 14-ന് ജില്ലാ LDF യോഗങ്ങൾ ചേരും. 24 തിരുവനന്തപുരം. അതേസമയം UDFൽ 3-ാം സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലെന്ന് വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഇക്കാര്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ലീഗിൻ്റേത് ശക്തമായ നിലപാടാണ്. ലീഗിന് ശക്തിയുണ്ട്, അത് എല്ലാവർക്കും അറിയാമെന്നും UDF അത് മനസ്സിലാക്കണമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാൻ മുമ്പ് പറഞ്ഞാൽ 3 സീറ്റിൽ ഇതിനെ ഒതുക്കുന്നതാണ്. 14-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങൾ ശക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നോക്കും. അതെ, ഞങ്ങളുടെ ശക്തിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ളൊരു ഇത് ഞങ്ങൾക്ക് വേണ്ടി വരും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പ്രതിരോധിക്കാൻ പാർട്ടി ഇറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചു. കരിമണൽ കമ്പനിയായ CMRLുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. എക്സാലോജിക്കിനെ വെള്ളപൂശുന്ന വിശദീകരണ രേഖ CPM പാർട്ടി പരിപാടിയിൽ വിതരണം ചെയ്തു. SFIO അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിക്കൊപ്പം സമൻസ് രേഖയും എക്സാലോജിക് ഹാജരാക്കിയിട്ടുണ്ട്. കരിമണൽ കമ്പനിയായ CMRL നൽകിയ സേവനം, കമ്പനികളുടെ വിവരങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് SFIO ആവശ്യപ്പെട്ടത്. CMRLും KSIDCയിലും പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ SFIO സമൻസ് നൽകിയിരുന്നു. സമൻസിനെ കുറിച്ച് അറിയില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. നിങ്ങൾ പത്രത്തിൽ കണ്ടതുപോലെ ഞാൻ വായിച്ചു, അത്രേ എനിക്കറിയൂ. നിയോജക മണ്ഡലം തല ശില്പശാലകളിൽ വിതരണം ചെയ്യുന്ന രേഖയിൽ എക്സാലോജിക്കിനെ CPIM വെള്ളപൂശുകയാണ്. വ്യക്തമായ കണക്കുകളുടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്ന് രേഖയിൽ പറയുന്നു. അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. CMRLന് പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണമെന്നും വിമർശനം. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തേജോവധം ചെയ്യുന്നുവെന്നും കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുന്നുവെന്നും CPIM കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. കോടതിയിൽ കേന്ദ്രം പറഞ്ഞ മറുപടി. കടമെടുപ്പ് പരിധിയിൽ ഇടക്കാല ആശ്വാസം തേടി കേരളം സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ച കേന്ദ്ര ധനമന്ത്രാലയം. കേരളത്തിന് വിവേകപൂർണമായ ധനനിർവഹണമില്ലെന്നാണ് കേന്ദ്രത്തിന്റെ കുറ്റപ്പെടുത്തൽ. കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നും ധനകാര്യ മന്ത്രാലയത്തിന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ധനവിയോഗത്തെ കുറ്റപ്പെടുത്തിയാണ് കേന്ദ്ര ധനമന്ത്രാലയം സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി. അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ല എന്ന് ധനമന്ത്രാലയം കോടതിയെ അറിയിച്ചു. സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും കുറ്റപ്പെടുത്തി. നികുതി വരുമാനത്തേക്കാൾ കേരളത്തിൽ കടം കൂടുന്നുവെന്നും 15ാം ധനകാര്യ കമ്മീഷൻ ഇത് വ്യക്തമാക്കുന്നുവെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കേരളം നൽകിയ ഹർജിയിൽ നേരത്തെ കേന്ദ്രം നൽകിയ വിശദമായ റിപ്പോർട്ടിനെ സംസ്ഥാനം എതിർത്തിരുന്നു. പ്രതിസന്ധിക്ക് കാരണം ധനവിയോഗത്തിലെ പിടിപ്പുകേടെന്ന കേന്ദ്രവാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഹർജി ഈ മാസം 13-ന് പരിഗണിക്കുമ്പോൾ കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുക. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമം വീണ്ടും ചർച്ചയാകുന്നു. രാജ്യത്ത് പൗരത്വ നിയമം ഉടൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനം പുറത്തിറക്കും. നിയമം ആരുടെയും പൗരത്വം അപഹരിക്കാനുള്ളതല്ലെന്നും അമിത്ഷാ പറഞ്ഞു. ടൈംസ് നൗ ഡൽഹിയിൽ സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടിക്കിടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പിന് മുൻപ് CAA വിജ്ഞാപനമിറക്കും. അതിൽ ആർക്കും സംശയം വേണ്ടെന്നും അമിത്ഷാ.
പൗരത്വ നിയമത്തിന്റെ പേരിൽ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ പലരും തെറ്റിദ്ധരിപ്പിച്ചു. ബംഗ്ലാദേശിൽ നിന്നടക്കം ഇന്ത്യയിൽ അഭയം തേടിയവർക്കുള്ളതാണ് നിയമം. ഇതിൽ ആരുടെയും പൗരത്വം എടുത്തുകളയാൻ വ്യവസ്ഥയില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി. देश में किसी की भी नागरिकता सीए छीन ही नहीं सकता क्योंकि कानून में प्रोविजन ही नहीं है। सीए जो शरणार्थी आए हैं पाकिस्तान और बांग्लादेश से धार्मिक प्रताड़ना के कारण उनको नागरिकता देने का कानून है और मैं मानता हूं इसमें किसी का विरोध नहीं। കോൺഗ്രസിന്റെ വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. എന്നാൽ പ്രീണന നയത്തിന്റെ പേരിൽ കോൺഗ്രസ് ഇതിൽ നിന്നും പിന്നാക്കം പോവുകയായിരുന്നുവെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത് ഒരു സാമൂഹിക മാറ്റമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്കു പിരിഞ്ഞു. 25 വർഷം കൊണ്ട് വികസിത ഭാരതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർക്ക് പരിഭ്രമമാണെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. 17ാം ലോക്സഭയിലെ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ സ്പീക്കർക്കും അംഗങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ പദ്ധതികളും ബില്ലുകളും എണ്ണിപ്പറഞ്ഞു. പുതിയ പാർലമെന്റ് മന്ദിരത്തെയും ചെങ്കോലിനെയും കുറിച്ചുവരെ പ്രസംഗത്തിൽ പരാമർശം. ये आपका नेतृत्व है जिसने निर्णय किया, चीज़ों को आगे बढ़ाया, सरकार के साथ अनेक मीटिंगें की और उसी का परिणाम है कि आज देश को ये नया संसद भवन प्राप्त हुआ है। विरासत का अंश और जो आज़ादी की पहली पल थी उसको जीवंत रखने का हमेशा हमारे मार्गदर्शक रूप में ये सेंगोल को यहाँ स्थापित करने का काम। വനിതാ സംവരണവും ഭീകരതയ്ക്കെതിരെ ശക്തമായ നിയമങ്ങളും രൂപീകരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി. कि रिफॉर्म भी हो, परफॉर्म भी हो और हम ट्रांसफॉर्म होता अपनी आंखों के सामने देख पाते हैं, एक नया विश्वास भरता हो, ये अपने आप में 17वीं लोकसभा से आज देश अनुभव कर रहा है और मुझे पक्का विश्वास है कि देश 17वीं लोकसभा को जरूर आशीर्वाद देता रहेगा. പുതിയ രാമക്ഷേത്രം രാജ്യത്തിന് പ്രചോദനമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർക്ക് പരിഭ്രമമെന്ന് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. മറുപടി പ്രസംഗത്തിൽ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് മന്ദിരം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി അറിയിച്ചു. माननीय प्रधानमंत्री जी से संसद के नए भवन बनाने का आग्रह किया. माननीय प्रधानमंत्री जी ने हमारे दोनों सदनों के आग्रह को स्वीकार किया और इसके निर्माण की स्वीकृति की. 24 ഡൽഹി. NK പ്രേമചന്ദ്രൻ MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജൻ. നരേന്ദ്രമോദി ക്ഷണിച്ച 8 പേരിൽ ഒരാളാണ് NK പ്രേമചന്ദ്രൻ. BJPയുമായുള്ള പുതിയ അന്തർധാരയുടെ ഭാഗമാണ് ക്ഷണമെന്നും EP ജയരാജൻ ആരോപിച്ചു. തന്നെ ക്ഷണിച്ചു, പ്രേമചന്ദ്രൻ പോയി അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതാണ് UDF, അതാണ് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന MP. ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയോടും മതന്യൂനപക്ഷ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാടാണോ അദ്ദേഹത്തിനുള്ളത്? ഇത് കേരള സമൂഹം മനസ്സിലാക്കും. 3 സീറ്റിന് യോജിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ആ 3 സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള വിദ്യയും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മുന്നണിയാണ് UDF. BJP RSSൻ്റെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തർധാരയില്ലേ, ആ അന്തർധാരയാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് CPI സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് വിമർശനം. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് മന്ത്രി GR അനിലിന്റെ ഭാര്യ കൂടിയായ CPI നേതാവ് R ലതാദേവി പരിഹസിച്ചു. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചതിലും വിദേശ സർവകലാശാല വിഷയത്തിലും CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധം തണുപ്പിക്കാൻ ശ്രമിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിദേശ സർവകലാശാല വിഷയത്തിലേത് നയവ്യതിയാനമെന്ന് സമ്മതിച്ചു. വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന് നേതാക്കൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ 2-3 വിഷയങ്ങളുണ്ട്. ആദ്യം ഈ ബജറ്റിൽ
വകുപ്പിന്, പ്രത്യേകിച്ച് CPIയുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര വിഹിതമില്ല. അത് ഭക്ഷ്യവകുപ്പിന് വലിയ പരാതിയുണ്ട്. ഭക്ഷ്യമന്ത്രി അത് പൊതുവേദിയിൽ പറയാതെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്ന് ആ വിഷയത്തിൽ മുന്നണിയിൽ അല്ലെങ്കിൽ CPI യോഗത്തിൽ നടന്ന ചർച്ചയുടെ പൊതു സ്വഭാവം? വിജയകുമാർ, പ്രതിസന്ധി ഉണ്ടായിട്ടും സപ്ലൈകോയെ പാടെ അവഗണിച്ചതടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നതിനിടെ എന്തെങ്കിലും ഒരു അനുനയ നീക്കം, അതായിരുന്നു അടുത്ത ദിവസം തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ബജറ്റ് ചർച്ച അടക്കമുള്ള കാര്യങ്ങളിലൂടെ പരിഗണിക്കാൻ CPM തീരുമാനിച്ചത്. ഇതിനിടെയാണ് CPI സംസ്ഥാന കൗൺസിലിൽ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ഉയർന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിൽ കാര്യമായ വിമർശനം കൗൺസിലിൽ ഉയർന്നു. മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈതെളിഞ്ഞെന്ന് ആർ ലതാദേവിയുടെ പരിഹാസമുണ്ടായി. ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഭാര്യയാണ് ലതാദേവി. ആഡംബരത്തിനും ധൂർത്തിനും കുറവില്ലെന്നും വിമർശനം ഉയർന്നു. മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികൾ ചെലവിടുന്നെന്ന് VP ഉണ്ണികൃഷ്ണൻ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല പാർട്ടി വകുപ്പുകളുടെ ഭിന്ന നയമെന്നും കൗൺസിലിൽ വിമർശനം ഉയർന്നു. വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ഒരിടയ്ക്ക് ഇടപെട്ടതാണ്. പക്ഷേ അപ്പോഴും മറ്റു ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും വിമർശനങ്ങൾ സജീവമായി. അതിൽ ഏറ്റവും പ്രധാനം ബജറ്റിൽ സർക്കാരിന് മുൻഗണന ഇല്ല എന്നുള്ളതായിരുന്നു. വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ അടക്കം മറന്നു. ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിത്. മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു, ഇപ്പോഴതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം കൂടി CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു. അങ്ങനെ വിമർശനം പരിധി വിട്ടതോടുകൂടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കാര്യങ്ങളിൽ ഇടപെട്ടു. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നും പുറത്തറിയേണ്ടെന്ന് ബിനോയ് വിശ്വം നിലപാടെടുത്തു. പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യ ചർച്ചയിലേക്ക് പോയാൽ അത് ഗുണകരമാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്ന് CPI സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു. അതേസമയം ഈ വിദേശ സർവകലാശാലയ്ക്കെതിരെയും CPIയിൽ വിമർശനം ഉയർന്നു. വിദേശ സർവകലാശാല മുന്നണിയുടെ നയവ്യതിയാനമാണ്. എതിർത്ത് ലേഖനം എഴുതിയവർ ഇപ്പോൾ നടപ്പാക്കുന്നു. വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ ആവശ്യം ഉയർന്നു. വിദേശ സർവകലാശാല നയവ്യതിയാനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മതിച്ചു. മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിൽ ഉറപ്പും നൽകിയിട്ടുണ്ട്. വിജയകുമാർ, ഇതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതുമാണല്ലോ CPI യോഗത്തിൽ കേട്ടത്. ഒന്ന്, ആഡംബരം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ കാലിത്തൊഴുത്ത്, അവിടുത്തെ അതിൻ്റെ ചിലവൊക്കെ പ്രതിപക്ഷം പറയുന്നതാണ്. അത് CPI നേതാക്കൾ അവരുടെ പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമുള്ള പ്രശ്നമാണല്ലോ. ഇത് മുന്നണി യോഗത്തിൽ ഇതേ നിലയിൽ ഉന്നയിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുമോ? ഉറപ്പായിട്ടും ഇതേ രീതിയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇക്കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും അടുത്ത LDF യോഗത്തിൽ. കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രത്യേകിച്ച് CPI വകുപ്പുകളെ അപ്പാടെ ഒഴിവാക്കി എന്നുള്ളൊരു വിമർശനം അത് വകുപ്പ് മന്ത്രിമാർക്ക് എന്നതിനപ്പുറത്തേക്ക് CPI സംസ്ഥാന കൗൺസിലിൽ മറ്റംഗങ്ങൾ കൂടി വിമർശനമായി ഉയർത്തി. അതിൽ ഈ പറയുന്ന GR അനിലിന്റെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില അംഗങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞാണ് വിമർശനം ഉന്നയിച്ചത്. നയവ്യതിയാനം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുന്നണിക്കകത്ത് നിന്ന് ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന് അതിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ബജറ്റിലടക്കം CPI മന്ത്രിമാരോട് കാര്യമായ കൂടിയാലോചനകൾ നടന്നിട്ടില്ല എന്നുള്ള വിമർശനം ഉയരുമ്പോൾ സ്വാഭാവികമായും അത് CPM-നെ സംബന്ധിച്ച് അവർ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമെന്ന അതിരൂക്ഷ വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ ഇന്ന് CPI സംസ്ഥാന കൗൺസിലിൽ CPM-നെ അപ്പാടെ പ്രതിരോധത്തിലാക്കുന്ന വിമർശനങ്ങൾ അംഗങ്ങൾ ഉന്നയിക്കുന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെട്ടെങ്കിൽ കൂടി അത് അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഒരു തരത്തിൽ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം ഇതിനോടകം തന്നെ അറിയിക്കേണ്ട വേദികളിൽ ബജറ്റിൽ ഒഴിവാക്കിയ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ബിനോയ് വിശ്വം പറയുന്നെങ്കിൽ കൂടി മറ്റംഗങ്ങൾക്ക് അതല്ലെങ്കിൽ ഭൂരിഭാഗം അംഗങ്ങൾക്കും CPI അവഗണിച്ചതിൽ കാര്യമായ പ്രതിഷേധം അതുണ്ട്. അതിന്ന് CPI സംസ്ഥാന കൗൺസിലിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന LDF യോഗത്തിൽ എപ്രകാരം ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വിജയകുമാർ. യെസ്, ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിമർശനം വിദേശ സർവകലാശാല വിഷയത്തിലേത് നയവ്യതിയാനം തന്നെ എന്നാണ്. ഈ വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുകയും ഇത് മുന്നണി നേതൃത്വത്തെ ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട് അറിയിക്കും എന്ന് ബിനോയ് വിശ്വം യോഗത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പാകിസ്ഥാനിൽ പട്ടാളം തീരുമാനിക്കും.
പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. അർദ്ധരാത്രിയോടെ ഫലപ്രഖ്യാപനം പൂർത്തിയായില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് PTI നേതാക്കൾ അറിയിക്കുന്നുണ്ട്. സഖ്യ സർക്കാർ നിലവിൽ വരുമെന്ന് കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൽ ഹക്ക് ഖാക്കർ അറിയിച്ചു. രാജ്യത്ത് സുസ്ഥിര സർക്കാർ അനിവാര്യമാണെന്നാണ് സൈനിക മേധാവി ഇന്ന് വ്യക്തമാക്കിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം നൽകാതെ ജനം വിധിയെഴുതിയ പാകിസ്ഥാനിൽ രാഷ്ട്രീയ നാടകങ്ങളും തിരക്കിട്ട മുന്നണി നീക്കങ്ങളും സജീവമാകുന്നു. ജനവിധി തങ്ങൾക്ക് അനുകൂലമാണെന്ന് അവകാശപ്പെട്ട് മുൻ പ്രധാനമന്ത്രിമാരായ ഇമ്രാൻഖാനും നവാസ് ഷെരീഫും രംഗത്തെത്തി. എന്നാൽ 253 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷമില്ല. കേവല ഭൂരിപക്ഷത്തിന് 134 സീറ്റ് ആവശ്യമാണ്. ഇതോടെ രാജ്യത്ത് തൂക്കുമന്ത്രിസഭയാകും വരികയെന്നുറപ്പായി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കാണ്. 99 സീറ്റുകൾ നേടി ഇമ്രാൻഖാന്റെ PTI പിന്തുണയ്ക്കുന്ന സ്വതന്ത്രർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് 71 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മൂന്നാം സ്ഥാനത്തെത്തിയ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 2018-ലേക്കാൾ 11 സീറ്റുകൾ കൂടുതൽ നേടി 54 സീറ്റിൽ വിജയിച്ചു. ഇതിനിടെ പാകിസ്ഥാനിൽ സുസ്ഥിര സർക്കാർ അനിവാര്യമാണെന്നും അരാജക രാഷ്ട്രീയത്തിൽ നിന്ന് രാജ്യം മുക്തമാകണമെന്നുമുള്ള സൈനിക മേധാവി സയ്യിദ് അസിം മുനീറിന്റെ പ്രസ്താവന നവാസ് ഷെരീഫ് ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോഴിക്കോട് കുന്നമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയടക്കം 3 പേർ മരിച്ചു. ഒരാളെ രക്ഷപ്പെടുത്തി. ബന്ധുക്കളായ അദ്വൈത്, മിനി, ആർദ്ര എന്നിവരാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട അദ്വൈതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാക്കിയുള്ളവർ അപകടത്തിൽപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം കിളിമാനൂർ കനാറയിൽ കുറ്റിക്കാട്ടിൽ യുവാവ് മരിച്ച സംഭവത്തിൽ അത് സൂര്യാതപമേറ്റാണ് മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തട്ടത്തുമല സ്വദേശി സുരേഷാണ് മരിച്ചത്. ഉറുമ്പരിച്ച നിലയിൽ സുരേഷിനെ നാട്ടുകാർ കണ്ടെത്തുകയും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. AV ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, സൂര്യാഘാതമേറ്റൊരാൾ മരിച്ചു, അതും നമ്മൾ ഈ വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ? അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ യുവാവിനെ കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഇതിനുശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇയാളുടെ മരണം സൂര്യാതാപം ഏറ്റുകൊണ്ടാണെന്ന് വ്യക്തമായിരിക്കുന്നത്. അതായത് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും ശരീരത്തിലെ ജലത്തിന്റെ അളവ് വലിയ തോതിൽ കുറയുകയും ചെയ്തു. ഇത് സൂര്യാഘാതത്തിന് ഏറ്റവും ഉടനെ അത് ശരീരത്തെ ദോഷമായി ബാധിച്ചു എന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ചൂട് വലിയ തോതിൽ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ജില്ലകളിലും ചൂട് ഉയർന്ന തോതിലായിരുന്നു. ജാഗ്രത പാലിക്കണമെന്ന അധികൃതർ അറിയിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിലൊരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ പകൽ സമയങ്ങളിൽ അടക്കം പുറത്തിറങ്ങുമ്പോൾ വലിയ തരത്തിലുള്ള ജാഗ്രത പാലിക്കണമെന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട മറ്റു ദുരൂഹതകളില്ല. സൂര്യാതാപം ഏറ്റുകൊണ്ടാണ് ഈ മരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും കിളിമാനൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടത്തുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളടക്കം പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ശരി ജയശങ്കർ, എന്തായാലും സൂര്യാതപമേറ്റുള്ള മരണം അതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ജാഗ്രത വേണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേനൽക്കാലത്ത് ഈ ദിവസങ്ങളിൽ എന്നതാണ് ഈ വാർത്ത നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി. നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് പോവുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ വിലാപയാത്രയായി എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്നാണ് അജീഷ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയത്. ആ ഘട്ടത്തിലാണ് ആനയുടെ മുന്നിൽ പെടുന്നത്. അദ്ദേഹം ഓടിക്കയറിയത് ഒരു വീട്ടിലെ മതിലിന് ഉള്ളിലേക്കാണ്. പക്ഷേ ആ ഗേറ്റും മതിലുമൊക്കെ തകർത്ത് ആന വീടിനുള്ളിലേക്ക് വരികയും ആ ഘട്ടത്തിൽ ഓടി രക്ഷപ്പെടുന്നതിനിടെ അദ്ദേഹം വീണു പോവുകയുമായിരുന്നു. അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകൾ നമ്മൾ രാവിലെ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴിതാ വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. കിഷോർ തോമസ് വിവരങ്ങൾ നൽകും ആ വീട്ടിൽ നിന്ന്. കിഷോർ, നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ കിഷോർ പറഞ്ഞിരുന്നു 100 കണക്കിന് ആളുകൾ ഈ പോലീസിന്റെ മുന്നറിയിപ്പുണ്ട്, ആന ജനവാസ മേഖലയിൽ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം. പക്ഷേ ആ മുന്നറിയിപ്പൊക്കെ അവഗണിച്ച് അവസാനമായി അവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഈ അജീഷ് മരിച്ചയാൾ. അദ്ദേഹത്തെ കാണാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? അങ്ങേയറ്റം ഹൃദയഭേദകമാണ് കാഴ്ച എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.
വിജയകുമാർ അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാവിലെ വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെ ഈ വീട്ടിൽ നിന്ന് തൊഴിലാളികളെ അന്വേഷിച്ച് പണിക്കാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയ ഒരാൾ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ ഈ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഈ നാട്ടുകാർക്കോ ഇവിടെ ബന്ധുമിത്രാദികൾക്കോ ഇവിടെ കൂടിയിരിക്കുന്ന അജീഷിൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഒന്നും സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വിലാപയാത്രയായി വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് പ്രിയപ്പെട്ടവർ എടുത്തുകൊണ്ടാണ് അജീഷിനെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത്രത്തോളം സങ്കടകരമായ ഒരു കാഴ്ച. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആനയുടെ സാഹചര്യമുണ്ട്, ഒരു 200 മീറ്റർ അപ്പുറമൊക്കെ ആനയുണ്ട് എന്നുള്ളൊരു വാർത്ത നിലനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ജനങ്ങൾ അജീഷിനെ ഒന്ന് അവസാനമായി കാണാൻ, തൻ്റെ പ്രിയപ്പെട്ട അജീഷിനെ അവസാനമായി കാണാൻ ഒത്തുകൂടിയിട്ടുണ്ട്, ചേർന്ന് വന്നിട്ടുണ്ട്. അവർ ചുമലിലേറിയാണ് അജീഷ് തൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ ഏറ്റവും ആവേശഭരിതനായി ഏറ്റവും തിടുക്കത്തോടു കൂടി നടന്നു പോയ ആൾ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയിൽ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന ഒരു കാഴ്ച. ചുറ്റുമുക്കുന്നവരൊക്കെ കണ്ണീരിലാഴ്ന്നു പോകുന്നൊരവസ്ഥ. തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്ക് ഞങ്ങളൊപ്പമുണ്ടെന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെന്നുള്ള ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരുടെ തോളിലേറി അജീഷ് ഈ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത്രമാത്രം സങ്കടകരമായ കാഴ്ച, നിറഞ്ഞു കവിയുന്ന കണ്ണുകൾ. അവരെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട അജീഷിനെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അജീഷിനെ കാണാൻ അവർ കാത്തു നിൽക്കുന്നു. അജീഷിന് വേണ്ടി ഒപ്പം ചേർന്ന് നിൽക്കുന്നു. അജീഷിനരിൽ അജീഷ് വീട്ടിലേക്ക് പ്രിയപ്പെട്ടവരുടെ ചുമലേറി എത്തുന്നത് കണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം വികാരഭരിതമായ, അത്രമാത്രം സങ്കടത്താൽ നിറയുന്ന, സങ്കടം അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. ഇവിടെ ഈ ഒരു മേഖലയിൽ ഇന്ന് രാത്രി ആളുകൾ അധികം ഇറങ്ങരുതെന്ന് പറയുമ്പോഴും, ആളുകൾ അധികം തടിച്ചുകൂടരുതെന്ന് പറയുമ്പോഴും ഇവിടെ ജനങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ അജീഷ് എന്ന വ്യക്തി പടമല പ്രദേശത്ത് അദ്ദേഹം ചെയ്ത പൊതുപ്രവർത്തനങ്ങളുടെയും അദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തനങ്ങളുടെയും ആളുകൾ അദ്ദേഹത്തെ ഏറ്റവും അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഇന്ന് രാത്രിയും നാളെ വൈകുന്നേരം 3 മണി വരെയും ഇവിടെ പൊതുദർശനമുണ്ട്. നാളെ പൊതുദർശനത്തിന് ശേഷം 3 മണിക്ക് ശേഷം പടമല പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചടങ്ങുകൾ, അടക്കിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. വിജയകുമാർ. കിഷോർ, നമ്മൾ നേരത്തെയും അന്വേഷിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യം എന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? നേരത്തെ ഈ കളക്ടറുമായി സംസാരിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഈ കടബാധ്യതയുടെ കാര്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ നഷ്ടപരിഹാരം, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം? ഒരു ഇടത്തരം കുടുംബാംഗമാണെന്ന് നമുക്ക് മനസ്സിലായി, പക്ഷേ എങ്കിലും അത് കുറച്ചുകൂടി വിശദമാക്കാം. വളരെ ഇടത്തരം കുടുംബ പശ്ചാത്തലമുള്ളൊരു വ്യക്തി തന്നെയാണ് അജീഷ്. അദ്ദേഹം ഒരു കർഷകനാണ്. ട്രാക്ടറുകളൊക്കെ ഓടിക്കുന്ന കർഷകർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. വീട്ടിൽ ഭാര്യയും 2 ചെറിയ മക്കളും 8ലും 4ലും പഠിക്കുന്ന ചെറിയ മക്കളും വല്യമ്മയും മാത്രമാണുള്ളത്. അവരൊരു ഒരു കുടുംബം വളരെ സന്തോഷപരമായി മുന്നോട്ട് പോകുന്ന കുടുംബം. പക്ഷേ അദ്ദേഹത്തിന് കാർഷിക കടങ്ങളൊക്കെ ഉണ്ട്, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഏറ്റവും സ്നേഹത്തോടെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അജീഷ്. അദ്ദേഹത്തിൻ്റെ ആ ഇടത്തരം വീട്ടിൽ സാധാരണ ഒരു കർഷക കുടുംബത്തിൽ, വയനാട്ടിലെ കർഷക കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനരോഷം ഇത്തരത്തിലുള്ള ആളിക്കത്തിയതും അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ കർഷക കടങ്ങൾ എഴുതി തള്ളണമെന്ന് ആവശ്യപ്പെട്ടതും നഷ്ടപരിഹാരമായി നൽകണമെന്നാവശ്യപ്പെട്ടതും. മറ്റാർക്കും ഈ കുടുംബത്തിൽ ഒരു തൊഴിലില്ല, അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് സ്ഥിരമായ ഒരു സർക്കാർ ജോലി നൽകണമെന്നാവശ്യപ്പെട്ടതും അദ്ദേഹം ഒരു ഇടത്തര കുടുംബത്തിൽപ്പെട്ട് വളരെ സാധാരണമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിലെ വ്യക്തി ആയതുകൊണ്ടാണ് വിജയകുമാർ. വളരെ സ്നേഹത്തോടു കൂടി ഏറ്റവും മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിൻ്റെ മണമുള്ള, മണ്ണിൽ പണിയെടുക്കുന്ന ഒരു മികച്ച, വയനാട് ജില്ലയിലെ ഒരു മികച്ച കർഷകരിൽ ഒരാൾ തന്നെയായിരുന്നു അജീഷ് എന്ന്. യെസ്, നമ്മൾ വയനാട്ടിലെ വിവരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച അജീഷിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഹൃദയഭേദകമാണ് ആ വീട്ടിലെ കാഴ്ച. ഈ രാവിലെ ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ജോലിക്ക് ആളെ അന്വേഷിച്ച് പുറത്തേക്ക് പോയത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ആനയുടെ മുന്നിൽ പെടുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും. ചാലിഗദ്ദയിലെ ജനവാസ മേഖലയോട് ചേർന്ന തോട്ടത്തിൽ ആനയുണ്ട്. അതിന് സമീപമാണ് അജീഷിൻ്റെ വീടുമുള്ളത്. ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി കാട് കയറ്റിയ ആനയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് വിലാപയാത്രയെ അജീഷിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇന്നും പെൻഷൻ പ്രതിഷേധം. പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയ 92കാരിക്കും മകൾക്കും സഹായമായി സുരേഷ് ഗോപി. സർക്കാർ പെൻഷൻ നൽകുന്നതുവരെ സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ.
കാരണം പാലക്കാട്ടെ ചൂട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. ആ തരത്തിലാണ് രാവിലെ ആകുമ്പോഴുള്ള ചൂടൊക്കെ. ആ ചൂടത്താണ് അവർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ, അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു കട്ടിലിട്ട് ആ കട്ടിലിൽ വന്ന് കിടന്നിരുന്നത്. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നായിരുന്നു വയോധികരുടെ പ്രതിഷേധം. ഇരുവരുടെയും ദുരവസ്ഥ 24 വാർത്തയിലൂടെ അറിഞ്ഞാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ. മണിക്കൂറുകൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച 92കാരി പത്മാവതി അമ്മയെയും മകൾ 67കാരി ഇന്ദിരയെയും ആരും തിരിഞ്ഞു നോക്കാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകർ 1 മാസത്തെ പെൻഷൻ തുക നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചിരുന്നു. ഇരുവർക്കും സർക്കാർ പെൻഷൻ നൽകും വരെ തന്റെ പെൻഷൻ തുകയിൽ നിന്ന് പണം നൽകുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ്. ഈ കഥനം കാണുമ്പോൾ ഹൃദയം വല്ലാണ്ടങ്ങ് മുറുകിപ്പോകും. ഞാൻ കണ്ട കാഴ്ചകളിലെ ഏറ്റവും ദാരുണമായ കാഴ്ചയാണ് ആ അമ്മ 92ാമത്തെ വയസ്സും എന്റെ മുത്തശ്ശിയൊക്കെ കിടക്കുന്നത് പോലെ തോന്നി. അപ്പോ ഞാനത് എന്റെ പെൻഷൻ അക്കൗണ്ടുമായിട്ട് അങ്ങ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് അവർക്ക് ഈ 1600 രൂപ ഇപ്പം 2 പേർക്കും കൂടെ ചേർത്ത് 4 പേർക്ക് അക്കൗണ്ടിൽ നിന്ന് തനിയെ അങ്ങ് പൊയ്ക്കോളൂ. മണിക്കൂറുകൾ കുത്തിയിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും സുരേഷ് ഗോപിക്ക് 1000 നന്ദിയെന്നും നിറ കണ്ണുകളോടെ ഇന്ദിരയും പത്മാവതിയും. വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ദൈവം നല്ലത് മാത്രം കൊടുക്കട്ടെ. പിന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് 24 ആണ്. ഈ 50 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ്. ആരും ഇല്ലാത്ത ഈ ഇത്രയും വയസ്സായിട്ടുള്ള ഒരമ്മയും ഞാനും അവിടെ വന്നിരിക്കുമ്പോൾ എന്നോടൊപ്പം പണിയെടുത്തൊരു പ്രസിഡൻ്റാണ്. ആ പ്രസിഡന്റ് പോലും എന്താ എന്ന് പോലും എൻ്റെ നമ്പർ ഉണ്ടായിട്ടും കൂടെ ഒന്ന് വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല. വളരെയധികം പരിതാപകരം തന്നെയായിരുന്നു ഞങ്ങളുടെ. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് പത്മാവതിക്കും മകൾക്കും ലഭിക്കാനുള്ളത്. രാവിലെ പ്രതിഷേധത്തെക്കുറിച്ചറിഞ്ഞ് പെൻഷൻ കിട്ടാനുള്ള നിരവധി പേർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയിരുന്നു. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.